ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണ ഭട്ടപാദർ നാരായണ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച അക്ഷരങ്ങളാകുന്ന നറുനവനീതം. ആ നറുനവനീതത്തിൻ്റെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട്, അതിൻ്റെ മധുരം ആസ്വദിച്ചുകൊണ്ട്, നാരായണീയ മധുരം നമ്മളിതാ ഇന്ന് 183 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. പൊന്നുഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിമാർ പൊന്നുഗുരുവായൂരപ്പന് പൂജ നിർവഹിക്കുന്ന കാലം കൂടിയാണ് 183. അതുകൂടി മനസ്സിലോർത്തുകൊണ്ട് ആ 183 ദിവസത്തിനുള്ളിൽ ഭഗവാൻ എഴുതിപ്പിച്ച ശ്രീഹരിയം എന്ന നിഴൽ നാരായണീയത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് ഇന്ന് ഈ ദിവസം പ്രണവസ്വരൂപനായ ഭഗവാൻ പൃഥുമഹാരാജാവായി അവതരിച്ച 18ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകം നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം പാരായണം ചെയ്യാം. തന്നാശാൽ ഖലജനഭീരുകൈർമുനീന്ദ്രൈസ്തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാദധോരുദണ്ഡാൽ ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പൃഥു മഹാരാജ് കീ ജയ്. തന്നാശാൽ
ഖലജനഭീരുകൈ മുനീന്ദ്രൈ തന്മാത്രാ ചിരപരിരക്ഷിതേ തദംഗേ പരിമഥിതാൽ ഊരുദണ്ഡാൽ ത്യക്താഘേ അധാ ദോർദണ്ഡേ പരിമഥിതേ ത്വം ആവിരാസി. തന്നാശാൽ ഖലജനഭീരുകൈഹി മുനീന്ദ്രൈഹി. ബലവാനായ ആ വേനന്റെ മരണത്തിനു ശേഷം ദുഷ്ടന്മാര്, ഖലജനം ദുഷ്ടന്മാരിൽ പേടിയുള്ള ഋഷീശ്വരന്മാര്, മുനീന്ദ്രന്മാര്, മഹർഷിമാര് തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗെ. ആ വേനന്റെ അമ്മ സുനീത സ്ഥിരമായി നശിക്കാതെ സൂക്ഷിച്ചു പോന്ന തദംഗെ ആ വേനന്റെ ശരീരത്തിൽ പരിമഥിതാൽ ആദ്യം ഊരു കടഞ്ഞു, ആ കാല് കടഞ്ഞു. അപ്പോഴാണ് അതിലെ കൽമഷങ്ങളൊക്കെ തീർന്നതത്രേ. അങ്ങനെ നിഷാദരൂപമായ കൽമഷത്തെ നീക്കിയിട്ട് അവിടെ കൽമഷം പാപം മുഴുവൻ ഒരു സ്വരൂപമായി മാറി ഉയരം കുറഞ്ഞ് കറുത്ത് പതിഞ്ഞ മൂക്കും ചുവന്ന കണ്ണും ചുരുണ്ട മുടിയുമൊക്കെയായി ഒരു സ്വരൂപം. ആ കിം, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോ നിഷീദ നിഷീദ എന്ന് പറഞ്ഞു, ഇരിക്കാനായി പറഞ്ഞു. അതേ തുടർന്ന് അത് നിഷാദന്മാരായി മാറി എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കണം. അതിനെ സംഗ്രഹിച്ച് പട്ടേരിപ്പാട് പറയുകയാണ്, ഊരുദണ്ഡാൽ ത്യക്താഘേ. ആ കൽമഷം നീക്കിയിട്ട് ഊരു കടഞ്ഞ് ആ നിഷാദരൂപമായിരിക്കുന്ന കൽമഷത്തെ നീക്കിയിട്ട് അധ അനന്തരം പിന്നീട് ദോർദണ്ഡേ പരിമഥിതേ, ആ വേനന്റെ കൈ കടഞ്ഞപ്പോ ഭുജത്തിൽ നിന്നും ത്വം ആവിരാസി, ഭഗവാനെ അവിടുന്ന് അവതരിച്ചു എന്ന് പറയണം. തന്നാശാൽ ഖലജനഭീരുകൈർമുനീന്ദ്രൈസ്തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഘേ പരിമഥിതാദധോരുദണ്ഡാൽ ദോർദണ്ഡേ പരിമഥിതേ ത്വമാവിരാസി. നാരായണ 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 ഗുരുവാദേശ. അമ്മയാകും സുനിധയാൽ നശിക്കാതെ സൂക്ഷിച്ചോരാ വേനൻ തൻ്റെ മൃതദേഹം കടഞ്ഞ നേരം ഊരു കടഞ്ഞിട്ടുമെല്ലെ കൽമഷങ്ങൾ നീക്കിയിട്ടു കടഞ്ഞു ഭുജത്തിൽ നിന്നും ദേവൻ ജനിച്ചു. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു ഹരിഭക്തിരസ്തു.